റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ, ക്ലിയർ അല്ലേ ഇത്? സാറേ ക്ലിയർ ആ. ഓക്കെ. That is cos z equal to u plus iv ആണ് അല്ലേ? ഈ cos z നെ u plus iv എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇവിടെ u അറിയാം, v അറിയാം. എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ux ഈക്വൽ ടു uy ആയിരിക്കണം, സോറി vy ആയിരിക്കണം. നെക്സ്റ്റ് uy ഈക്വൽ ടു മൈനസ് vx ആയിരിക്കണം. പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ് ux ഈക്വൽ ടു എന്ത് വരും? കോസ് എക്സിന്റെ with respect to x, u നെ with respect to x ഡെറിവേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് കോസ് എച്ച് വൈ എന്ന് വരും. ഇത് കോസ് എച്ച് വൈ കോൺസ്റ്റന്റ് ആണ് with respect to x ചെയ്യുമ്പോൾ. കോസ് എക്സ് എന്ത് വരും? മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഇനി വി വൈ എന്ന് ചെയ്യാം. ദാറ്റ് ഈസ് വി വൈ എന്ന് വരും. വി വൈ ദാറ്റ് ഈസ് ഇവിടെ with respect to എന്താണ് സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ്? സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി വൈ ഓഫ് സൈൻ എച്ച് വൈ എന്താണ്? കോസ് എച്ച് വൈ ആണ്. അതുപോലെ തന്നെ സൈൻ എച്ച് എക്സിന്റെ ഞാൻ റിസൾട്ട് എഴുതാം. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സിന്റെ കോസ് എച്ച് എക്സും അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സിന്റെ നേരെ സൈൻ എച്ച് എക്സും ആണ്. ഇവിടെ സൈൻ ഒന്നുമില്ല, നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല. ദാറ്റ് ഈസ് രണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? സൈൻ എച്ച് എക്സിന്റെ കോസ് എച്ച് എക്സ്, കോസ് എച്ച് എക്സിന്റെ സൈൻ എച്ച് എക്സ്. അപ്പോൾ വി വൈ ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് സൈൻ എക്സ് കോൺസ്റ്റന്റ് ആണ്, മൈനസ് സൈൻ എക്സ്. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ. ദാറ്റ് ഈസ് ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? ദാറ്റ് ഈസ് അനലിറ്റിക്. അനലിറ്റിക് പറയാൻ പറ്റേ ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തത് ദാറ്റ് ഈസ് ഒന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് യു വൈ. എന്താണ് യു വൈ? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ കോസ് എച്ച് ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ദാറ്റ് ഈസ് കോസ് എക്സ് കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ. ഇനി യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. എന്താണ് മൈനസ് വി എക്സ്? ആദ്യം വി എക്സ് എന്ത് ചെയ്യാം? വി എക്സ് ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലേ? ദാറ്റ് ഈസ് കോസ് എക്സ് സൈൻ എച്ച് വൈ. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും യു വൈ ഈക്വൽ ടു എന്താണ്? മൈനസ് വി എക്സ് ആണ്. ഓക്കെ, ദെർഫോർ ഇത് അനലിറ്റിക്. ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ല, ഒരുപക്ഷെ ചോദിക്കാറുണ്ട് കോസ് സെഡ് അനലിറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. ഇതേപോലെ അപ്പൊ നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്തു. കോസ് സെഡ് നമ്മൾ അതിനെ യു പ്ലസ് ഐ വി എന്ന ഫോമിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും പ്രൂവ് ചെയ്യും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ സെഡിനെ മാറ്റി എഴുതാം. സൈൻ സെഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് ഐ വൈ എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം അല്ലേ? ദാറ്റ് ഈസ് സൈൻ എ പ്ലസ് ബി നമുക്കറിയാം. സൈൻ എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. കോസ് എ സൈൻ ബി ആണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെ എഴുതാം? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് തൊട്ട് മുന്നത്തെ റിസൾട്ട് വീണ്ടും ഉപയോഗിക്കാം. കോസ് ഐ വൈ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് നെക്സ്റ്റ് കോസ് എക്സ് സൈൻ എച്ച് ഐ വൈനെ എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇതാണ് യു, ഇതാണ് വി. ദർഫ് നമുക്ക് എങ്ങനെ എഴുതാം? യു പ്ലസ് ഐ വി എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഇത് അനലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് യു എന്തായിരുന്നു? വേർ യു ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ, വി ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. ഇനി എന്താണ് യു എക്സ്? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ കോസ് എക്സ് കോസ് എച്ച് വൈ. നെക്സ്റ്റ് യു എക്സ് ഈക്വൽ ടു വി വൈ ആണല്ലേ? യു എക്സ് ഈക്വൽ ടു വി വൈ ആവണം. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കണം. ഇനി എന്താണ് വി വൈ ഈക്വൽ ടു വിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ കോസ് എക്സ് അതുപോലെ തന്നെ എഴുതും. അതുപോലെ തന്നെ സൈൻ എച്ച് വൈയുടെ കോസ് എച്ച് വൈ. നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണ്. ദർഫോർ ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തേത് യു വൈ എന്താണ്? ഞാൻ ഇവിടെ എഴുതാം. യു വൈ ഈക്വൽ ടു യുനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് കോസ് ഇന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ. ഇനി വി എക്സ് എന്താ? വി എക്സ് ഈക്വൽ ടു കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ.
that is uy equal to minus vx അല്ലേ uy ഇതിനെ കണ്ടെടുത്താൽ മതി that is uy equal to എന്തായി minus vx ആയി therefore രണ്ട് ഇക്വേഷൻ that is കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഇതെല്ലാം കണ്ടിന്യൂസ് ആണ് therefore എന്താണ് ഇത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ് എല്ലായിടത്തും അനലിറ്റിക് ആണ് therefore എൻ്റയർ ഫംഗ്ഷൻ ആണ് അപ്പോൾ cos z ഉം അതുപോലെ തന്നെ sin z എന്താണ് എൻ്റയർ ഫംഗ്ഷൻ ആണ് എന്താണ് എൻ്റയർ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അനലിറ്റിക് ആണെങ്കിൽ അതിനെ എൻ്റയർ ഫംഗ്ഷൻ എന്നാണ് പറയാം ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ Yes, sir. Okay, next show that at the question show that 2 into sin z1 cos z2 equal to sin z1 plus z2 plus sin z1 minus z2 important ആണ് എക്സാമിന് ചോദിക്കാം നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾ പേപ്പറിൽ ചെയ്ത് തറവായിരിക്കണം ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ദാറ്റ് ഈസ് 2 into sin z1 cos z2 this equal to 2 into എന്താണ് sin z1 that is e raised to i z1 minus e raised to minus i z2 divided by 2i അല്ലേ ഇതാണ് sin z നമുക്കറിയാം അല്ലേ ഈ z1 ന്റെ സ്ഥാനത്ത് z എഴുതാം അപ്പോൾ sin z1 പറഞ്ഞ e raised to i z1 minus e raised to minus i z2 divided by 2i എന്താണ് cos z2 that is e raised to i z2 plus e raised to minus i z2 divided by 2 വ്യത്യാസം മനസ്സിലാക്കുക ഇവിടെ 2i ആണ് ഇവിടെ 2 ആണ് എന്ത് ചെയ്യാം ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ ഈ 2 ക്യാൻസൽ ബാക്കി ഈ 1/2 നെ പുറത്തേക്ക് എടുക്കാം that is 1/2i ബാക്കി എന്തുണ്ട് ബ്രാക്കറ്റിൽ എന്തുണ്ടായിരിക്കും ഈ രണ്ട് ടേം ഉണ്ടായിരിക്കും അല്ലേ that is e raised to i z1 minus e raised to minus i z2 into അല്ലേ ഇതും കൂടി ഉണ്ടായിരിക്കും ഈ ഒരു ടേം ഉണ്ടായിരിക്കും that is e raised to i z2 plus e raised to minus i z2 നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം that is this equal to 1 divided by 2i ബ്രാക്കറ്റിൽ എന്ത് വരും that is ഞാൻ ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം ഇത് i ആണ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം അപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും e raised to i z1 into e raised to i z2 നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യാണ് that is ഇവിടെ പ്ലസ് e raised to i z1 into e raised to minus i z2 നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യാണ് അപ്പോൾ മൈനസ് പ്ലസ് എന്ത് വരും മൈനസ് വരും അല്ലേ e raised to minus i z2 into e raised to i z2 നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യാണ് again മൈനസ് വരും മൈനസും പ്ലസും മൈനസ് വരും that is minus e raised to i z2 സോറി ഇവിടെ e raised to i ഇവിടെ z1 ആണ് കേട്ടോ എനിക്ക് തെറ്റ് പറ്റിയതാണ് e raised to i z1 അപ്പോൾ ഇവിടെ ഇത് രണ്ടും അപ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ ഈ ഒരു ടേം z1 ആണ് നെക്സ്റ്റ് e raised to i z1 e raised to minus i z1 into e raised to minus i z2 എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ that is this equal to 1 divided by 2i ബാക്കി നമുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ ഇൻറ്റു ആണ് അതുകൊണ്ട് എന്ത് ചെയ്യാം e raised to i z1 plus i z2 i നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതി ആഡ് ചെയ്ത് എഴുതാം that is z2 ശരിയല്ലേ ഈ ഒരു ടേമിനെ എങ്ങനെ എഴുതി കൂടെ ശരിയല്ലേ ക്ലിയർ അല്ലേ ഷാമില ക്ലിയർ അല്ലേ Clear ആണ് sir. ഓക്കേ അടുത്തത് e raised to i അടുത്ത ടേമിനെ z1 minus z2 എന്ന് എഴുതാം അടുത്ത ടേം ഇവിടെ മൈനസ് ആണ് ഇവിടെ e raised to മൈനസ് ഇവിടെ എങ്ങനെ എഴുതാം e raised to ഓക്കേ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം e raised to മൈനസ് i പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ z1 minus z2 എന്ന് എഴുതാം that is bracket open ചെയ്ത് നോക്ക് e raised to i z1 i into i minus minus plus വരും that is plus i z2 ആയി ഇവിടെ again minus e raised to ഇവിടെ ഞാൻ മൈനസ് പുറത്തേക്ക് എഴുതി ബാക്കി എന്തുണ്ട് that is z1 plus z2 that is മൈനസ് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി സെയിം ടേം കിട്ടി that is e raised to minus i z1 next minus e raised to i z2 ഓക്കേ ശരിയാണ് that is bracket ഞാൻ ക്ലോസ് ചെയ്തു ഇനി ഈ രണ്ട് ടേം ഞാൻ ഒന്നിച്ച് എഴുതാൻ പോവാണ് ഈ രണ്ട് ടേം ഞാൻ ഒന്നിച്ച് എഴുതാൻ പോവാം ഈ രണ്ട് ടേം എവിടെയോ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് തോന്നുന്നു
നോക്കാം നമുക്ക് കംപ്ലീറ്റ് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1 divided by 2i e raised to I into z1 plus z2 next minus e raised to minus I z1 plus z2 ശരിയാണ് ശരിയാണ് ഡിവൈഡഡ് ബൈ ഓക്കെ ഇത് ഞാൻ ഫസ്റ്റ് എഴുതി അടുത്ത പ്ലസ് ഇനി ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് എഴുതാൻ പോവാം ഈ രണ്ട് ടേമിന് that is e raised to I z1 minus z2 minus e raised to minus I z1 minus z2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് എ 1/2 എന്നുള്ളത് ഇതിനെല്ലാം കോമൺ ആണ്, ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ളതിനൊക്കെ കോമൺ ആണ്. therefore ഞാൻ ഇതിനെ എങ്ങനെ എഴുതി e raised to I into z1 plus z2 minus e raised to minus I into z1 plus z2 divided by 2i ഇതിനെ ഒന്നിച്ച് കൊടുത്തു പ്ലസ് ഇവിടെയും ഒന്നിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ, കാരണം കോമൺ ആണിത്. that is e raised to I into z1 minus z2 minus e raised to I into z1 minus z2 divided by 2i. ഇതെന്താണ്? ദാറ്റ് ഈസ് അവിടെ ഐ സെഡ് ആണെങ്കിൽ കോസ് സൈൻ സെഡ് അല്ലേ. ഈ z1 plus z2 എന്നുള്ള സ്ഥാനത്ത് വെറും z ആണെങ്കിൽ എന്താണ് e raised to I z minus e raised to minus I z divided by 2i. therefore ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് cosine z1 plus z2. ഒന്നാമത്തെ സൈൻ z1 plus z2 ആണ് അല്ലേ. സൈൻ z ആണ് ഈ z1 plus z2 എന്നുള്ള സ്ഥാനത്ത് z ആണെങ്കിൽ വരിക. ദാറ്റ് ഈസ് സൈൻ z1 plus z2 ആണ്. അടുത്ത ടേമോ that is sin z1 minus z2. ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. sin z1 plus z2 plus sin z1 minus z2. ക്ലിയർ ആണോ? അന്ന? ക്ലിയർ ആണ് സർ. നെക്സ്റ്റ് അടുത്തത് show that next question. Show that cos z whole square magnitude of cos z modulus of cos z whole square equal to cos square x plus sin h square y. Second question, magnitude of sin z ഇതൊക്കെ ചോദിക്കാട്ടോ, ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, കാരണം സിമ്പിൾ ആണ്, പഠിച്ചവർക്കേ കിട്ടുള്ളൂ. sin square x plus sin h square y. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എന്താണ് cos z? തൊട്ടുമുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു cos z നെ u plus iv എന്ന ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് cos z നെ ഒന്നും കൂടി പെട്ടെന്ന് അല്ലെങ്കിൽ തൊട്ടുമുന്നത്തെ റീറൈറ്റ് ചെയ്യാം. cos z നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? ദാറ്റ് ഈസ് cos x cos h y minus I into sin x sin h y എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. തൊട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് cos x cos h y minus I into sin x sin h y എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് മോഡ്? ഇതിപ്പോ u plus iv എന്ന ഫോമിലായി. ദാറ്റ് ഈസ് മോഡ് u plus iv പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് u സ്ക്വയർ പ്ലസ് v സ്ക്വയർ ആണ് അല്ലേ. z is equal to x plus iy പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഡ് z എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു, അഥവാ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് വരും? കോസ് സെഡ് എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വരും. അപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല, റൂട്ട് ക്യാൻസൽ, റൂട്ട് എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? ഇതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് എക്സ് കോസ് എച്ച് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് sin h y whole square. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അന്ന? ക്ലിയർ ആണ് സർ. ദാറ്റ് ഈസ് cos square x cos h square y ഇല്ലേ, ഇതിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് sin square x sin h square y. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? തെളിയിക്കേണ്ട ഇതില് കോസ് എക്സ് ഉണ്ട് സൈൻ എച്ച് വൈ ഉണ്ട്. അപ്പൊ നമുക്ക് കോസ് എക്സ് അതുപോലെ തന്നെ എഴുതാം. നമുക്ക് ഒരു റിസൾട്ട് അറിയാം. ദാറ്റ് ഈസ് റിസൾട്ട് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ ഈക്വൽ ടു എന്താണ്? കോസ് എച്ച് സ്ക്വയർ വൈ ആണ്. പഠിച്ചിരിക്കണം, ഹൈപ്പർബോളിക് റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് cos h square y equal to sin 1 plus sin h square y equal to cos square y. Therefore നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ
ഇതിന് പകരം ഈ കോസ് എച്ച് സ്ക്വയർ വൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസൾട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേ? നമ്മുടെ ആൻസറിൽ എന്തുള്ളൂ? കോസ് സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ വൈ ഉള്ളൂ, സൈൻ എച്ച് സ്ക്വയർ വൈ ഉള്ളൂ. അതുകൊണ്ട് കോസ് എച്ച് സ്ക്വയറിനെ ഇൻ ടേംസ് ഓഫ് സൈൻ എച്ച് സ്ക്വയറിലേക്ക് മാറ്റി എഴുതി. പ്ലസ് ഇനി അടുത്തല്ലോ സൈൻ എക്സ് ഇല്ല അല്ലെ? അപ്പൊ സൈൻ എക്സ് നമുക്ക് വീണ്ടും അറിയുന്ന റിസൾട്ട് ആണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അതിന് സൈൻ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. ബ്രാക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് സൈൻ എച്ച് സ്ക്വയർ വൈ മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഈ ഒരു ടേമും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് സൈൻ അല്ലെ? അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയതല്ല. നെക്സ്റ്റ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ മോഡ് സൈൻ സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മോഡ് സൈൻ സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. തൊട്ട് മുന്നത്തെ സെയിം മെത്തേഡ് സൈൻ സെഡിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതിണ്ടായിരുന്നു? സൈൻ സെഡ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, റിസൾട്ട് കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വീണ്ടും തെറ്റിപ്പോകും. അപ്പോൾ സൈൻ സെഡിന്റെ നമ്മൾ മാറ്റിയിരുന്നെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. സൈൻ സെഡിന് നമ്മൾ എന്ത് ചെയ്യും? സൈൻ എക്സ് പ്ലസ് ഐ വി എന്ന് എഴുതും. എന്നിട്ട് പഴയ റിസൾട്ട്, അത്രയും റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കും. അപ്പൊ സൈൻ സെഡിനെ ഞാൻ ചുരുക്കി എഴുതാൻ പോവാണ്, കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ട് മുന്നത്തെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സൈൻ സെഡിനെ നമ്മൾ എങ്ങനെ എഴുതിണ്ടായിരുന്നു? സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡ് സൈൻ സെഡ് എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോകും. അതുകൊണ്ട് ഞാൻ റൂട്ട് എഴുതുന്നില്ല, സ്ക്വയർ ചെയ്താണ് ഞാൻ എഴുതാൻ പോണത്. ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് സൈൻ എക്സ് കോസ് എച്ച് വൈ ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് കോസ് എക്സ് സൈൻ എച്ച് വൈ ഹോൾ സ്ക്വയർ. തൊട്ട് മുന്നത്തെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ സ്ക്വയർ എക്സ് കോസ് എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഓക്കെ, സൈൻ സ്ക്വയർ എക്സും ഉള്ളൂ, അതുപോലെ സൈൻ എച്ച് സ്ക്വയർ ഉള്ളൂ അല്ലെ? അതുകൊണ്ട് തൊട്ട് മുന്നേ റിസൾട്ട് വീണ്ടും 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ വൈ ആണ്. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഏതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാം? ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ആൻസറിൽ ഏതുള്ളത്? സൈൻ സ്ക്വയർ ഉണ്ട്. അപ്പൊ സൈൻ സ്ക്വയർ നമ്മൾ മാറ്റണ്ട, ഇതിനെ മാറ്റണം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് കോസ് എച്ച് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് ഇനി ഇവിടെ കോസ് സ്ക്വയർ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ മാറ്റി എഴുതണം. ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. ദാറ്റ് ഈസ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ മൈനസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇത് രണ്ടും വീണ്ടും എന്താണ്? ഈക്വൽ ഓപ്പോസിറ്റ് സൈൻ ആണ്. Therefore this equal to എന്തായി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്
സോൾവ് അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് sin z equal to, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോൾവ് sin z is equal to cos h4. സെക്കൻഡ് ബി cos z is equal to 5. cos z equal to 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. that is sin z equal to cos h4 എന്നാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോൾവ് sin x is equal to സം പൈ ബൈ 4 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ എന്തെങ്കിലും എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 സോൾവ് ദ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഏതാണോ വേരിയബിൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ സോൾവ് sin z ഈക്വൽ ടു കോസ് h4 പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് z ന്റെ വാല്യൂ കണ്ടെത്തണം. ദാറ്റ് ഈസ് z ന്റെ വാല്യൂ കണ്ടെത്തണം. sin z ചെയ്യുമ്പോൾ കോസ് h4 അറിയണം. ഇവിടെ sin z എന്താ നമുക്കറിയാം അല്ലെ, കോസ് h4 നമുക്കറിയാം, കാരണം ഇതെന്താണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്, ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് sin z is equal to cos h4. ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന z ന്റെ വാല്യൂ കണ്ടെത്തണം. ഫസ്റ്റ് നമുക്കറിയുന്ന sin z നമ്മൾ മാറ്റി എഴുതുന്നുണ്ടായിരുന്നു അല്ലെ. എന്താണ് sin z, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. sin z പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ പഠിക്കരുത് കേട്ടോ, ഇത് കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വീണ്ടും മറന്നുപോകും. പഠിക്കേണ്ടത് sin z is equal to sin of x plus iy എന്ന് എഴുതാം. that is sin a plus b നിങ്ങൾക്ക് അറിയാം. that is sin x sin a plus b, that is sin a cos b plus cos a sin b, that is sin x cos iy, next minus plus cos x sin iy. okay, that's equal to sin x cos iy പറഞ്ഞെന്താ, that is cos hy ആണ്. ഈ ചെറിയ ചെറിയ റിസൾട്ട് നിങ്ങൾ ഓർത്ത് എഴുതുക. അടുത്തെന്ത് ചെയ്യും, i into cos x sin hy അല്ലേ. therefore ഇതാണ് u plus iv. ഇവിടെ ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് sin z is equal to u എന്താണ്, that is ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ, ഞാൻ അടുത്ത പേജിൽ എഴുതാം. അപ്പൊ ഇതാണ് sin z. that is sin z equal to എന്താ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, cos h4 ആണ് അല്ലേ. that is നമുക്ക് എങ്ങനെ എഴുതാം, ഇതെന്താണ്, ഇത് റിയൽ നമ്പറാ, ഒരു റിയൽ പാർട്ട് ആണ്. ഇവിടെ കോംപ്ലക്സ് നമ്പർ അല്ലേ, കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ല, ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, ഇത് റിയൽ ഫംഗ്ഷൻ ആണ്. that is sin cos hy പറഞ്ഞെന്താ, cos hy പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു e raised to y minus e raised to minus iy divided by 2 ആണ്. സോറി പ്ലസ് ആണ്, ഇവിടെ മൈനസ് സൈൻ ആ വരുന്നത്. അപ്പൊ cos hy പറഞ്ഞ ഇതാണ്. ഇതെന്താണ്, ഇത് ഓക്കെ, ഇവിടെ i ഇല്ല കേട്ടോ. e raised to y plus e raised to minus y divided by 2. ഇതെന്താണ്, ഇത് റിയൽ നമ്പറാ, റിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ sin z എക്സ്പാൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, sin x cos hy plus i into cos x നെക്സ്റ്റ് sin hy ഈക്വൽ ടു എന്ത് കിട്ടി, cos hy എന്ന് കിട്ടി. e raised to y plus e raised to minus y divided by 2 എന്ന് എഴുതാൻ പോവാം. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ, ഒരു കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഈക്വൽ ടു ഒരു റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ 0i എന്ന് എഴുതേണ്ടി വരും അല്ലേ. അപ്പൊ രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻ എപ്പോഴാണ് ഈക്വൽ ആവുക, ഇതിന്റെ റിയൽ പാർട്ടും ഇതിന്റെ ഇമേജിനറി പാർട്ടും കറസ്പോണ്ടിങ് ഈക്വൽ ആവുമ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ഒന്നാമത്തെ ഇക്വേഷൻ sin x cos hy ഈക്വൽ ടു ഒന്നാമത്തെ എന്താണ്, that is e raised to y plus e raised to minus y divided by 2. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ that is cos x sin hy this equal to 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത്രയും ക്ലിയർ ആണോ? ഇങ്ങനെ ഇത് ക്ലിയർ ആണ്, ഒന്നും ചെയ്തിട്ടില്ല, ഇതിനെ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ റിയൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇമേജിനറി ഫംഗ്ഷനും ഇക്വേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഏതാണ് 0? cos x ആണോ 0, sin hy ആണോ 0? cos x ഒറ്റ മിനിറ്റ്, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ cos
എക്സ് സീറോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് സീറോ പറഞ്ഞ എന്താ ഒന്നെങ്കിൽ കോസ് എക്സ് സീറോ ആവും അല്ലെങ്കിൽ സൈൻ എച്ച് വൈ സീറോ ആവും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇതിലെ സൈൻ എച്ച് വൈ ഒന്ന് കോസ് എക്സ് സീറോ ആണോ സൈൻ എച്ച് വൈ സീറോ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തത് കോസ് എക്സ് സൈൻ എച്ച് വൈ സീറോ ആവോ? സൈൻ എച്ച് വൈ ഈക്വൽ ടു സീറോ. എന്താണ് സൈൻ എച്ച് വൈയുടെ റിസൾട്ട്? ദാറ്റ് ഈസ് എ റേസ് ടു വൈ മൈനസ് എ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈക്വൽ ടു സീറോ എന്നാണ് ചോദിക്കുന്നത്. ഇത് സീറോ ആവും എപ്പോഴാണ്? ന്യൂമറേറ്റർ എന്തായാലും സീറോ വരില്ല, ഡിനോമിനേറ്റർ സീറോ ആവണം. ഡിനോമിനേറ്റർ എപ്പോഴാണ് സീറോ വരിക? ഇ റേസ് ടു വൈയും മൈനസ് ഇ റേസ് ടു മൈനസ് വൈ. ഇതെന്താ? വൈ ഈക്വൽ ടു സീറോ വരുമ്പോൾ മാത്രമേ ഇതെന്താ ഉള്ളൂ? സീറോ വരുള്ളൂ. ഇ റേസ് ടു സീറോ പറഞ്ഞാൽ വൈ ഈക്വൽ ടു സീറോ പറഞ്ഞാൽ ഇ റേസ് ടു സീറോ മൈനസ് ഇ റേസ് ടു മൈനസ് സീറോ, അതും സീറോ. ദാറ്റ് ഈസ് ഇ റേസ് ടു സീറോ. ഇ റേസ് ടു സീറോ പറഞ്ഞാൽ ഇ റേസ് ടു സീറോ 1 ആണ് അല്ലേ? അപ്പോൾ വൈ ഈക്വൽ ടു സീറോ വരുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ? ഇത് സീറോ വരുള്ളൂ. അപ്പോൾ ഇത് സൈൻ എച്ച് വൈ സീറോ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് വൈ ഞാൻ ഇതിന്ന് ഒന്നും കൂടി എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് രണ്ടാമത്തെ ഇക്വേഷൻ കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ഈക്വൽ ടു സീറോ. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ കോസ് എക്സ് സീറോ ആണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് സൈൻ എച്ച് വൈ ഈക്വൽ ടു സീറോ ആണ്. ഇനി സൈൻ എച്ച് വൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ sin hy equal to if sin hy equal to 0 that implies y equal to 0 ഉറപ്പാണ്. that implies y equal to 0. that is ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? y equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നോക്കാം. y ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് വരും? ഒന്നാമത്തെ ഇക്വേഷൻ സൈൻ എക്സ് ഇവിടെ ഇ റേസ് ടു y ഈക്വൽ ടു 0 ഇത് 1 വരും അല്ലേ? and that's equal to sin x into cos hy എന്ത് വരും? cos hy യുടെ ഇക്വേഷൻ e raised to x plus e raised to minus x അല്ലെങ്കിൽ e raised to y minus e raised to minus y divided by 2 ആണ്. that's equal to y0 എന്നുകഴിഞ്ഞാൽ that is 2/2 എന്ന് വരും. that's equal to sin x is equal to ഞാൻ ഇവിടെ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതാ മിസ്റ്റേക്ക്. ഇതാണ് കോസ് h4 ആണ്. കോസ് സൈൻ z is equal to കോസ് h4 ആണ്. അപ്പൊ ഇവിടെ y അല്ല 4 ആണ് വേണ്ടത്. ക്ലിയർ ആണോ? കോസ് hy ആണെങ്കിൽ e raised to y plus e raised to minus y divided by 2. നമുക്ക് സൈൻ z is equal to കോസ് h4 ആണ്. ഇവിടെ y അല്ല 4 ആണ്. ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ. that equal to ഇവിടെ y equal to 0 ആണെങ്കിൽ എന്തായി? sin x is equal to a raised to 4 plus a raised to minus 4 divided by 2 ആയി. sin x is equal to a raised to 4 plus a raised to minus 4 divided by 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. സൈൻ ഒന്നെങ്കിൽ സൈൻ കോസ് h4 എന്ന് ചെയ്ത് നോക്കുക. sin x is equal to cos h4 ആയി. ഈ sin x ന്റെ വാല്യൂ മാക്സിമം എത്ര വരിക? sin x ന്റെ വാല്യൂ എന്തായാലും 1ന്റെയും -1ന്റെയും ഇടയിലെ വാല്യൂ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഇങ്ങനെ പോണത്. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിന് എൻട്രി നോക്കുക. സൈൻ ഇതിന്റെ വാല്യൂ ഇതിന്റെ ഇടയിലായിരിക്കില്ല. കാൽക്കുലേറ്റർ ഉണ്ടോ നിങ്ങളടുത്ത്? കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയേ. സൈൻ കോസ് h4 ഞാൻ നോക്കാം. cos h4 എത്ര പേര് cos h4 കിട്ടിയോ നിങ്ങൾക്ക്?
എന്ത് കിട്ടിയോ ആൻസർ? ആർക്കെങ്കിലും കിട്ടിയോ? cos h4 ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും മതി. cos h4 ഈക്വൽ ടു ഇതാ വരുന്നത്. cos h4 ഈക്വൽ ടു 27.3 സംതിങ് ആണ്. എന്താ നമുക്ക് കിട്ടുക? ദാറ്റ് ഈസ് sin x ഈക്വൽ ടു 27.3 സംതിങ്. ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ക്ലിയർ ആണോ? അതെ സാറേ. ഓക്കെ. അപ്പോ നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും sin hy സോറി ഏതാണ് ദാറ്റ് ഈസ് ഒരിക്കലും sin hy എന്തല്ല 0 അല്ല. കാരണം sin hy ആവുമ്പോഴാണ് y ഈക്വൽ ടു 0 കിട്ടുന്നത്. y ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് നമുക്ക് sin x ഈക്വൽ ടു cos h4 കിട്ടും. therefore അതൊരിക്കലും പോസിബിൾ അല്ല. പിന്നെ ഏതാ ഓപ്ഷൻ ഉള്ളത്? ദാറ്റ് ഈസ് sin x ഈക്വൽ ടു 0. പിന്നെ ഏതാ ഓപ്ഷൻ ഉള്ളത്? ദാറ്റ് ഈസ് cos x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് cos x എപ്പോഴാണ് 0 വരിക? കുറച്ച് കാര്യങ്ങൾ പറയണ്ടാവുന്ന ഞാൻ ഇത്തിരി കട്ട് ചെയ്ത് പറയണേ. cos x ഈക്വൽ ടു 0. cos x എപ്പോഴാണ് 0 വരിക? ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ π/2, നെക്സ്റ്റ് π, 3π/2, നെക്സ്റ്റ് 2π, ഇവിടെ -π/2, -π, -3π/2, ഇവിടെ എന്ത് വരും? നെക്സ്റ്റ് 1π/2, 2π/2, 3π/2, 4π/2, 5π/2 ഇങ്ങനെ പോകും. cos 0 1 പിന്നെ ഇങ്ങനെ വരും അല്ലേ? നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് വരും, നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് വരും, നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വരും, ഇങ്ങനെ പോകും. അപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണ് ഓഡ് π/2ലൊക്കെ 0 വരും. ഒരു π/2ല്, ഒരു 3π/2ല്, 5π/2 തിരിച്ച് ഇവിടെ വരും. ഇവിടെ ഇങ്ങനെ വരുന്നത് ദാറ്റ് ഈസ് -π/2ല്, നെക്സ്റ്റ് ഇങ്ങനെ -3π/2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? cos x ഈക്വൽ ടു 0. അതിന്റെ മീനിങ് എന്താണ്? x എന്തായിരിക്കും? ദാറ്റ് ഈസ് π/2 പ്ലസ് 2nπ, π/2 പ്ലസ് 2nπ. x ഈക്വൽ ടു π/2. കാരണം എന്താ? n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ π/2 വരും. n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് 4πയുടെ കൂടെ അഗൈൻ π. n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 2π പ്ലസ് π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 5π/2 അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ടേം ആയി. നെക്സ്റ്റ് ഇത് കിട്ടണമെങ്കിൽ n ഈക്വൽ ടു ഏത് കൊടുക്കാം? 3π/2 കിട്ടണമെങ്കിൽ n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ π/2, n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 2π പ്ലസ് π/2 ദാറ്റ്സ് ഈക്വൽ ടു 5π/2. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? n ഈക്വൽ ടു -1 n ഈക്വൽ ടു എന്നിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ദാറ്റ് ഈസ് നോക്കാം. π/2 പ്ലസ് 2nπ ഈക്വൽ ടു 3π/2 കിട്ടണമെങ്കിൽ എന്ത് വേണം? ദാറ്റ് ഈസ് 2nπ ഈക്വൽ ടു 3π/2 മൈനസ് π/2 ദാറ്റ്സ് ഈക്വൽ ടു 2π/2 ദാറ്റ് ഈസ് π, ദാറ്റ് ഈസ് 2nπ ഈക്വൽ ടു π, ദാറ്റ് ഈസ് π n ഈക്വൽ ടു 1/2 കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ? π ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2n ഈക്വൽ ടു 1, ദാറ്റ് ഈസ് n ഈക്വൽ ടു 1/2. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഇവിടെ എനിക്ക് nπ ആയിരിക്കും. അപ്പോൾ n ഈക്വൽ ടു ഇവിടെ nπ ആയിരിക്കും ഒരു പക്ഷേ. 1 കൊടുത്തു കഴിഞ്ഞാൽ π പ്ലസ് ഓക്കെ. അപ്പോൾ n ഈക്വൽ ടു π ആയിരിക്കും ഒരു പക്ഷേ. ഞാൻ ക്ലിയർ ചെയ്യാം, നോക്കിയിട്ട് പറയാം. ദാറ്റ് ഈസ് x ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? x ഈക്വൽ ടു π/2 പ്ലസ് nπ. ഓക്കെ. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തത്? സോൾവ് ചെയ്യാനായിരുന്നു. z ഈക്വൽ ടു കണ്ടെത്തണം അല്ലേ? എന്താണ്? sin z ഈക്വൽ ടു cos h4 ആയിരുന്നു. ദാറ്റ് ഈസ് z കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് x പ്ലസ് iy കണ്ടെത്തണം. ദാറ്റ് ഈസ് അതിലെ എക്സിന്റെ വാല്യൂ കിട്ടി. x ഈക്വൽ ടു എന്ത് കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു π/2 പ്ലസ് nπ എന്ന് കിട്ടി. ഇനി അതേപോലെ വൈയുടെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ദാറ്റ് ഈസ് നമുക്കറിയാം രണ്ടാമത്തെ ഈ ഇക്വേഷനിൽ ഇവിടെ കിട്ടിയിട്ടുള്ള എക്സിന്റെ വാല്യൂ നമുക്ക് എടുത്തുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ എടുത്ത് ദാറ്റ് ഈസ് സൈൻ
pi by 2 plus n pi, where n equal to 1, 2, 3, etc. That is sin pi by 2 plus sin pi by 2 plus n pi into cos hy equal to cos h4 ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് sin pi by 2 plus n pi ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ 2n pi എന്നെ തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. cos x is equal to 0. cos x 0 വരുന്നത് pi by 2 0 ആണ്. 3 pi by 2 0 ആണ്. that is pi by 2 യുടെ കൂടെ pi കൂട്ടുമ്പോഴാണ് അല്ലേ. that is pi കൂട്ടുമ്പോൾ അടുത്തത് 2 pi കൂട്ടുമ്പോൾ ശരി. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ എക്സ്ട്രാ പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, കുറച്ച് കാര്യങ്ങളും പറയാണ്ട്. ഞാൻ ഒന്നുകൂടി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ടൈം കുഴപ്പമില്ല, ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാണ്ട്. ഞാൻ ഒന്നുകൂടി തുടക്കം മുതൽ ഒന്നുകൂടി പറയണേ. സൈൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, സോൾവ് സൈൻ z is equal to cos h4 അല്ലേ. ദാറ്റ് ഈ സൈൻ സെഡിനെ നമ്മൾ മാറ്റി എഴുതി. ഒന്നുകൂടി വൃത്തിയിൽ പറയാം, കാരണം കൂടുതൽ കുറെ കാര്യങ്ങൾ പറയേണ്ട ഇതിൽ. സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ ഈക്വൽ ടു കോസ് എച്ച് 4 എന്ന് എഴുതി. അപ്പൊ ഇത് റിയൽ പാർട്ടാണ് അല്ലേ. ഇത് യു പ്ലസ് ഐ വി, ദാറ്റ് ഈസ് യു ഇത്, ഇവിടെ വി ഇത് റിയൽ പാർട്ട്. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഇൻറ്റു 0 എന്ന് എഴുതാം. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് സൈൻ എക്സ് കോസ് എച്ച് വൈ ഈക്വൽ ടു കോസ് എച്ച് 4. അടുത്തത് കോസ് എക്സ് സൈൻ എച്ച് വൈ ഈക്വൽ ടു 0. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് 0 പറയണമെങ്കിൽ കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ 0. ദാറ്റ് ഇംപ്ലീസ് ഇതിലെ ഒന്നെങ്കിൽ കോസ് എക്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഓർ സൈൻ എച്ച് വൈ 0 ആയിരിക്കും. ഇനി സൈൻ എച്ച് വൈ 0 ആണെങ്കിൽ, ഈ ഒരു കേസ് ആണെങ്കിൽ, ഇഫ് സൈൻ എച്ച് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ e raised to എന്താണ് സൈൻ എച്ച് വൈ e raised to y, ദാറ്റ് ഇംപ്ലീസ് e raised to y മൈനസ് e raised to മൈനസ് y ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ സൈൻ എച്ച് വൈ ഈക്വൽ ടു 0 വരെയാണെങ്കിൽ ഇവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ, ഇത് 0 വരുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ y ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. ഈ ടേം 0 ആണെങ്കിൽ y ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു 0 ആണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ടേമിൽ കൊടുത്തു നോക്കാം. y ഈക്വൽ ടു 0, ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇവിടെ, എക്സും വൈയും ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എന്ത് വരും, സൈൻ എക്സ് കോസ് എച്ച് വൈ കോസ് എച്ച് വൈ e raised to y പ്ലസ് e raised to മൈനസ് y ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ y 0 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, that is e raised to y, that is 2 1 plus 2 അല്ലേ. 1 plus 2 divided by 2 that's equal to 1 വരും അല്ലേ. 2 by 2 that's equal to 1 വരും. അപ്പോൾ sin x is equal to cos h4 എന്ന് വരും. പക്ഷേ cos h4 ന്റെ വാല്യൂ എത്രയാണ്, 27 പോയിന്റ് സംതിങ് ആണ്. therefore നമുക്കറിയാം sin x ന്റെ വാല്യൂ ഒരിക്കലും 1 കൂടുതൽ പോവില്ല. -1 1 ഇടയിലാണ്. അപ്പോൾ ഇവിടെ h is equal to 0 ആണെങ്കിൽ എന്താണ്, sin x ന്റെ വാല്യൂ 27 പോയിന്റ് സംതിങ് ആണ്. therefore h 0 y 0 അല്ല. y 0 അല്ലെങ്കിൽ sin h y 0 അല്ല. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, മനസ്സിലായി. അതുകൊണ്ട് എന്താണ്, sin cos x ആണ് 0. അപ്പോൾ cos x equal to 0 എന്ന് എഴുതി. cos x equal to 0 ആണെങ്കിൽ നമ്മൾ ഒന്ന് പ്ലോട്ട് ചെയ്യാം. തൊട്ട് മുന്നത്തെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് pi by 2, അടുത്തത് pi, നെക്സ്റ്റ് 3 pi by 2, നെക്സ്റ്റ് 2 pi, നെക്സ്റ്റ് 5 pi by 2 ഇങ്ങനെ വരും. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി ഇതിലൂടെ പോയി ഇതിലൂടെ പോയി ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ cos x 0 പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ദാറ്റ് ഈസ് x pi by 2 കൂടെ ഏത്
പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എൻ പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 0 ആണ് അല്ലേ? ഏത് എൻ പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് പൈയില് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് 3π/2 ശരിയാവുമെന്നാണ്. 3π/2 ശരിയാവുന്നുണ്ടോ, അതുപോലെ തന്നെ 5π/2 ശരിയാവുന്നുണ്ടോ, ഇങ്ങനത്തെ ഇതെല്ലാം ശരിയാവുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് π/2 ഈക്വൽ ടു n പൈ ആണ് അല്ലേ? കോസ് എക്സ് is equal to 0. കോസ് എക്സ് is equal to 0. ദാറ്റ് ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂ ഇതൊക്കെയാണ് π/2 വരുന്നുണ്ട്, 3π/2 വരുന്നുണ്ട്, 5π/2 വരുന്നുണ്ട്, ഇങ്ങനെ ഈ എല്ലാ ഓൾ π/2 വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഞാൻ എടുക്കുന്നത് π/2 പ്ലസ് n പൈ എന്നെടുത്തു. π/2 പ്ലസ് n പൈ. ഇനി നമുക്ക് അപ്പോൾ വീണ്ടും രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലേ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് is equal to എക്സിന്റെ വാല്യൂ എക്സ് is equal to π/2 ശരിയാവുണ്ടോ ചെക്ക് ചെയ്യാം. π/2 ശരിയാവുണ്ടോ ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സ് സൈൻ ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് സൈൻ π/2 ഇൻറ്റു കോസ് എച്ച് വൈ ഈക്വൽ ടു കോസ് h4. That's equal to sin π/2 1 അല്ലേ? That is cos hy equal to cos h4 എന്ന് എഴുതാം അല്ലേ? പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇനി 3π/2 ഒന്ന് ചെക്ക് ചെയ്യാം. 3π/2 കാരണം എക്സിന്റെ വാല്യൂ 3π/2 വരാലോ. അപ്പോ sin 3π/2 3π/2 പറഞ്ഞാൽ എന്താണ്? പൈ പ്ലസ് π/2 അല്ലേ? 3π/2 പൈ പ്ലസ് π/2 3π/2. ദാറ്റ് ഈസ് sin pi plus π/2 cos hy equal to cos h4. എന്നാൽ sin pi plus π/2 പറഞ്ഞു കഴിഞ്ഞാൽ cos π/2 ആണ്, ശരിയല്ലേ? cos π/2 ആണ്, മനസ്സിലായോ? sin pi plus π/2 എന്താ? cos π/2 ആണ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ സൈൻ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. sin pi plus π/2 എന്താ ആൻസർ? കാൽക്കുലേറ്റർ പെട്ടെന്ന് അടിച്ചു നോക്ക്. കാൽക്കുലേറ്റർ ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ നോക്കിയാലും മതി. ദാറ്റ് ഈസ് സൈനിന്റെ വാല്യൂ ആണല്ലോ. ദാറ്റ് ഈസ് π/2 പൈ 3π/2. സൈൻ എങ്ങനെ പോണത്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോവും, നെക്സ്റ്റ് ഇവിടെ പോയിട്ട് പിന്നെ എങ്ങോട്ട് പോവും. അപ്പോൾ സൈൻ 3π/2 എന്താണ്? സൈൻ 3π/2 നെഗറ്റീവ് ആണ്. Therefore ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും? ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കോസ് hy ഈക്വൽ ടു കോസ് h4 എന്ന് കിട്ടും. That equal to cos hy. ഈ cos hy equal to e raised to y plus e raised to minus y divided by 2 ആണ്, ശരിയല്ലേ? ഇതെപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമോ? നെഗറ്റീവ് വാല്യൂ ഒരിക്കലും ഇതിന് വരില്ല. ഇതിന് മീനിങ് എന്താണ്? ദാറ്റ് ഈസ് കോസ് hy ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കോസ് h4 ആണ്. ക്ലിയർ ആണോ? ഇത് ഒരിക്കലും നെഗറ്റീവ് വരില്ല, കാരണം ഇ റേസ് ടു ഇത് എപ്പോഴും പോസ്റ്റ് നമ്പറാ. ഇ റേസ് ടു വൈ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസ്റ്റ് നമ്പറാ. ഇ റേസ് ടു മൈനസ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസ്റ്റ് നമ്പറാ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഒരു പോസ്റ്റ് നമ്പറാ. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോസ്റ്റ് നമ്പറാ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? കോസ് hy പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഒരു പോസ്റ്റ് നമ്പറിന്റെ കൂടെ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? നെഗറ്റീവ് നമ്പർ ആയി. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരുമില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ ഈ പ്രോബ്ലംസ്? കുറച്ചൊന്ന് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. റിസൾട്ട് കംപ്ലീറ്റ് അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തത്, കാരണം അല്ലെങ്കിൽ രണ്ടും പകുതി ആവും. ഇതുവരെ ഉള്ള ടോപ്പിക്ക് നമുക്ക് ഇതിന്റെ ഇടക്കുള്ളത് ഇതുമായി ബന്ധപ്പെടാത്തതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാം? ഇതുവരെയുള്ള എല്ലാ റിസൾട്ടും നിങ്ങൾ ശരിക്കും പോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് പഠിക്കുക. ബാക്കിയുള്ള ഇതിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള എല്ലാ കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കിയുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ.